മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രോമിസിംഗ് പ്രോജക്റ്റിലാണ് മോഹൻലാലിൽ നിന്നും വരാൻ പോകുന്നത്. അത് തുടരുമാണെങ്കിലും എമ്പുരാനാണെങ്കിലും ഇപ്പോഴത്തെ ഹൃദയമാണെങ്കിലും ഒരേ ലെവൽ പ്രതീക്ഷയാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന ഹൃദയപൂർവ്വം കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പൂജയും ഷൂട്ടിങ്ങും ആരംഭിച്ചിരുന്നു. മോഹൻലാൽ വന്ന ലുക്കും പ്രേക്ഷകർക്ക് നന്നേ ബോധിക്കുകയും ചെയ്തു. എന്നാൽ മോഹൻലാലിന്റെ ലുക്ക് ഇങ്ങനെ പറയുമ്പോഴും അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലുക്കിലേക്ക് ഇങ്ങനെ എത്തിയാൽ എന്നതാണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത്. എന്നിരുന്നാലും ആരും അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത ഒന്നാണ് മോഹൻലാലിന്റെ കഴിഞ്ഞ 8 കൊല്ലമായുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇതിനു മുമ്പ് ഒരു കമ്പാരിസൺ നടത്തിയാൽ 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കുമായിട്ടാണ് അവർ കമ്പാരിസൺ നടത്തുന്നത് പോലും. അതിൽ നിന്നും എന്തൊരു മാറ്റമാണ് മോഹൻലാലിന് സംഭവിച്ചത്. ആ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു ലുക്ക് കണ്ടാൽ ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്നുവരെ നമ്മൾ വല്ലാതെ വിഷമിക്കുകയുണ്ടായി. എന്നാൽ മോഹൻലാൽ അവിടെ നിന്ന് മാറിയ ഒരു മാറ്റം അത് ഗംഭീരമായിരുന്നു. കാരണം പൊതുവെ വലിയ അച്ചടക്കമില്ലാതെ ശരീരം നോക്കാതെ ജീവിക്കുന്ന ആളെന്ന ലേബൽ മോഹൻലാലിന് ഉണ്ടായിരുന്നു. എന്നാൽ 7 കൊല്ലം മുൻപ് ഉണ്ടായിരുന്ന തന്റെ വേസ്റ്റ് ഫിസിക്കൽ ഷേപ്പിൽ നിന്നും ഇന്നിപ്പോൾ കാണുന്ന രൂപത്തിൽ എത്താൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനെ അഭിനന്ദിക്കാതെ വയ്യ. കരിയറിന്റെ തുടക്കം മുതൽ ശരീരത്തിന്റെ പേരിൽ ബോഡി ഷേമിംഗ് നേരിട്ടിട്ടുള്ള അദ്ദേഹം എല്ലായ്പ്പോഴും പോലെ പരിഹാസങ്ങളെ ചെറുചിരിയോടെ നേരിട്ട് മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരുടെ വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ഈ പുതിയ ലുക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റവും കാണുമ്പോൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ പൂജയും ഷൂട്ടിങ്ങും ഒക്കെ ലളിത രീതിയിൽ ആരംഭിച്ചത്. മോഹൻലാൽ എന്നാൽ ഷൂട്ടിംഗിൽ ജോയിൻ ചെയ്തിട്ടില്ല. മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് 15-നോ 16-നോ ആയിരിക്കും. 2 വീക്ക് നീണ്ടു നിൽക്കുന്ന ആദ്യ ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 70 ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓണം 2025 റിലീസായിട്ടാണ് ഹൃദയപൂർവ്വം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നതും. എന്തായാലും ഈ ചിത്രത്തിൽ മോഹൻലാലിന് ഒരു വ്യത്യസ്തമായ വേഷം അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സത്യനന്ദിക്കാട് എന്തായാലും മോഹൻലാലിന് കൊടുക്കുന്ന വേഷങ്ങളൊക്കെ വളരെ ഗംഭീരമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതീക്ഷ. കൂടാതെ ഇങ്ങനെയൊരു ലുക്കിൽ മോഹൻലാൽ എത്തിയാൽ അതും ഗംഭീരമായിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ അനുമാനിക്കുന്നുണ്ട്. അവർ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ലുക്കിലേക്കാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയ സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചെറിയ സിനിമകൾ സംഭവിക്കുന്നു എന്നതാണ് അത്ഭുതകരമായി നോക്കിക്കാണേണ്ടത്. മോഹൻലാൽ വലിയ സിനിമകളാണ് ഈ അടുത്തിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിന്റെ കെറ്റിലുള്ള ചിത്രങ്ങളും വലിയ വലിയ സിനിമകളാണ്. അതിൽ തന്നെ തുടരും, ഹൃദയപൂർവ്വം എന്നീ ചെറിയ ബജറ്റ് രീതിയിലുള്ള സിനിമകളും സംഭവിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ മാത്രമല്ല മറ്റ് താരങ്ങളുടെയും വലിയ ബജറ്റ് സിനിമകൾ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന MMN എന്ന സിനിമയും അതിഭീകര ബജറ്റിലേക്കാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. നയൻതാര കൂടി എത്തിയപ്പോൾ സ്റ്റാറുകളുടെ വേതനം തന്നെ ചിത്രത്തിന്റെ ബജറ്റ് കൂട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും വലിയ വേതനമായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നയൻതാരയ്ക്കൊക്കെ എത്രയായിരിക്കും കോടികൾ കൊടുക്കുക. ചിത്രത്തിന്റെ ബജറ്റ് താരങ്ങളുടെ പ്രതിഫലം ഒക്കെ കൂട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല എന്ന രീതിയിൽ സുരേഷ് കുമാർ ഒക്കെ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് നടികളും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുകയാണ്. തുല്യവേതനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തുല്യമായ അവസരങ്ങൾ ലഭിക്കണമെന്ന് നടി പാർവതി തിരുവോത്ത് പറയുകയാണ്. തനിക്ക് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് സ്വയം തെളിയിക്കാൻ ഒരു അവസരം കിട്ടാതെ എങ്ങനെയാണ് മറ്റേയാൾക്ക് കിട്ടുന്ന അതേ വേതനം തനിക്കും കിട്ടണം എന്ന് പറയുക എന്നും പാർവതി ചോദിക്കുന്നു. നമുക്കൊരു നയൻതാര മാത്രമാണ് ഉള്ളത്. ഇന്ന് കാണുന്ന മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. പക്ഷേ ഇന്നും അവർ ഫൈറ്റ് ചെയ്യുകയാണെന്നും പാർവതി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. നമുക്ക് അവസരങ്ങൾ അന്യമായി ഇല്ലാതാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തുല്യവേതനത്തെക്കുറിച്ച് ന്യായമായ ഒരു സംഭാഷണം നടത്താൻ സാധിക്കുന്നത്? ഞാനൊരു മോശം ആക്ടർ ആണെങ്കിൽ എനിക്ക് മനസ്സിലാകും എനിക്ക് എന്തുകൊണ്ട് അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് പരിമിതമായ സിനിമകൾ മാത്രം കിട്ടുകയും ഒപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നവർ കുറ്റപ്പെടുത്തുകയും ചെയ്താലോ? എത്ര നയൻതാരമാർ നമുക്കുണ്ട്, ഒന്നു മാത്രം മതിയോ നമുക്ക്? നിങ്ങൾ പറയുന്നത് ആ ഒരൊറ്റ വ്യക്തിയെ നോക്കി ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ സന്തോഷിക്കണം എന്നാണോ? ഏതൊരു പുരുഷതാരവും ചെയ്യുന്ന അതേ ജോലി വർഷങ്ങളോളം ചെയ്തിട്ടും ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല. ഞങ്ങൾക്ക് വേണ്ടത് ആയിരക്കണക്കിന് നയൻതാരമാരെയാണ്. അതുകൊണ്ട് തന്നെ തുല്യവേതനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നയൻതാര ഇല്ലേ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാകാതിരിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും പാർവതി പറയുന്നു. എന്തായാലും താരങ്ങളുടെ പ്രതിഫലം കൂടുന്നു എന്നത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തുല്യവേതനത്തെക്കുറിച്ച് നടിമാരും സംസാരിക്കുന്നത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് അവസാനമായി തിയേറ്ററിൽ എത്തിയ പാർവതി തിരുവോത്തിന്റെ ചിത്രം. ഇപ്പോഴത്തെ പാർവതി തിരുവോത്ത് സംവിധാനത്തിലേക്കും ഇറങ്ങാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ.